ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ അറിവോടെയെന്ന് മന്ത്രി എം പി രാജേഷ്. ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചു എന്നത് തെറ്റായ വാർത്ത. സമയം ഏകീകരിക്കുകയാണ് ചെയ്തത്. ടൂറിസം സ്ഥലങ്ങളിൽ 12 മണിവരെയാണ് സമയം. വിവേചനം നിലനിൽക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു. അസാധാരണ വേഗത്തിൽ ഫയൽ നീങ്ങിയെന്ന പ്രതിപക്ഷ ആരോപണത്തിന് മറുപടി. ഫയൽ നീക്കം വൈകുകയാണ് ചെയ്തതെന്നും നേരത്തെ നീങ്ങിയിരുന്നെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നുവെന്നും എം പി രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. സായ്കുമാറിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സായ്കുമാർ, 12 മണിവരെ ആക്കിയ സമയം അത് വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ വിശദീകരണം വരുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യമാണ് ഇതിൽ ചോദിക്കുന്നത്. താൻ കേട്ടിട്ടില്ല, എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൽ പ്രതിപക്ഷത്തിന്റെ അറിവോടെയാണെന്നുള്ള കാര്യം പറയുന്നത്. ഇതടക്കം ഇക്കാര്യത്തിൽ എന്തൊക്കെ വിശദീകരണമാണ് മന്ത്രി നൽകിയത്? ശ്രുതി, ഇന്ന് വലിയ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിച്ചത് ഈ ബാറുകളുടെ സമയം രാത്രി 12 മണി വരെ നീട്ടിയ വിഷയമാണ്. പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. അതോടൊപ്പം KCBC അടക്കമുള്ള സംഘടനകളും സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. അതോടൊപ്പം മുന്നണിയിലും മന്ത്രിസഭയിലും അറിയാതെ അതിവേഗം ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം നടന്നു എന്ന ഒരു വിവരവും പുറത്തു വന്നിരുന്നു. അതിലൊക്കെ ഒരു വിശദീകരണവും മറുപടിയും നടത്തുകയാണ് എക്സൈസ് മന്ത്രിയായ എം പി രാജേഷ്. അദ്ദേഹം ഇതിൽ പറയുന്നത്, ഇതിൽ യഥാർത്ഥത്തിൽ സമയം നീട്ടുകയല്ല ചെയ്തിരിക്കുന്നത്, സമയം ഏകീകരിക്കുകയാണ്. അതായത് നേരത്തെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ രാത്രി 12 മണി വരെ ഈ ബാറുകൾക്ക് പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നു. അത് പലതരത്തിലുള്ള പരാതികൾക്ക് ഇടവരുത്തി. അതുകൊണ്ടുകൂടി ആ പരാതികളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു സമയം ഏകീകരിച്ചത്, ബാറുകളുടെ സമയം 12 മണി വരെ നീട്ടിയത് എന്നാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പ്രതിപക്ഷത്തിന് ഒരു ശക്തമായ മറുപടി കൂടിയാണ്. പ്രതിപക്ഷം നേതാവിൻ്റെതടക്കം പ്രതിപക്ഷത്തിന്റെ അനുമതിയോട് കൂടിയാണ് സർക്കാർ ഈ ഒരു തീരുമാനം എടുത്തത് എന്നാണ്. അതായത് പ്രതിപക്ഷം സർക്കാരുമായി വിഷയത്തിൽ സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തങ്ങൾ എതിർക്കില്ല എന്ന് അറിയിച്ചു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ ഒരു തീരുമാനം മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ടത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ താനിപ്പോൾ പറയുന്നില്ല എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. അതായത് പ്രതിപക്ഷം, ഇതിൽ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷം തന്നെ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ സർക്കാരിനോട് അനുമതി നൽകിയിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ എക്സൈസ് മന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. അത് വലിയ രാഷ്ട്രീയ വിവാദമാകും ശ്രുതി. കാരണമില്ല, അതിൽ മറുപടി പറയേണ്ടത് പ്രതിപക്ഷമാണ്. അവർക്ക് നേരത്തെ ഈ വിഷയം അറിയാമായിരുന്നു. എക്സൈസ് മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ നേതാക്കൾ സമ്മതം അറിയിച്ചിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഇനിയൊരു വിശദീകരണം പ്രതിപക്ഷ നേതാക്കൾ നൽകേണ്ടി വരും. അതോടൊപ്പം മന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിലെ ബാറുകളുടെ പ്രവർത്തന സമയമടക്കം ചൂണ്ടിക്കാട്ടിയതിൽ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു തരത്തിലും ഒരു മിന്നൽ വേഗം ഈ ഫയൽ നീക്കത്തിൽ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് ഫയൽ നീക്കം വൈകുകയാണ് ചെയ്തത്. ആ ഒരു വേഗത ഉണ്ടായിരുന്നെങ്കിൽ ഒക്ടോബറിൽ തന്നെ ഈ തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്നുകൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും മന്ത്രി തള്ളിക്കളയുകയാണ്. ഒരു സമയ ഏകീകരണമാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ഒരു സമയം നീട്ടി നൽകി മദ്യം ഒഴുക്കാനുള്ള ഒരു ശ്രമമല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സമയത്തിന്റെ കാര്യത്തിൽ ഒരു ഏകീകരണം, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും മറ്റിടങ്ങളിലുമെല്ലാം ഒരേ രീതിയിൽ ഒരു സമയ ഏകീകരണം ഉണ്ടായി. ഇങ്ങനെ ഒരു വിഭാഗത്തിന് മാത്രം സമയം നീട്ടി നൽകുമ്പോൾ അത് വലിയ പരാതിക്ക് ഇടവച്ചിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് സമയത്തിന്റെ കാര്യത്തിൽ ഒരു